ഹലോ അസ്സാം വലൈക്കും. അപ്പോൾ നമുക്ക് ആവോലി ഒന്ന് പൊള്ളിച്ചാലോ. അപ്പം അതിലേക്കുള്ളതാണ് ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് കേട്ടോ. പിന്നെ അതിൻ്റെ കൂടെ കുറച്ച് മുളകും പൊടി, കുരുമുളക്, ഗരം മസാല, ഉപ്പ്, മഞ്ഞൾപ്പൊടി, പെരുംജീരകപ്പൊടി, കുറച്ച് പുളീൻ്റെ വെള്ളം ഒഴിച്ച് കൊടുക്കണ്ടേ. അപ്പോൾ മസാല നമ്മളിവിടെ അരച്ചെടുത്ത് നമുക്ക് ഇതിനുള്ളിൽ തേച്ച് പിടിപ്പിക്കാം. ഇതിൻ്റെ ഈ നമ്മൾ വരട്ടതിൻ്റെ ഉള്ളിലേക്കൊക്കെ നല്ലോണം ഒന്ന് തേച്ച് പിടിപ്പിക്കണേ. അങ്ങനെ നമ്മൾ മസാല ഒക്കെ നല്ലോണം തേച്ച് റെഡി ആക്കിക്കണേ. ഒരു 10-15 മിനിറ്റ് നമുക്കൊന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. അപ്പോൾ നമ്മൾ ഞാനിതാ ഇതിൽ പൊരിക്കാൻ എടുത്തിക്കണേ. അപ്പോൾ നമ്മൾ പൊരിച്ചെടുക്കാം. അങ്ങനെ നമ്മൾ മീൻ ഇവിടെ പൊരിച്ച് കഴിഞ്ഞ് അതിന് ആ വെളിച്ചെണ്ണയിലേക്ക് തന്നെ ഉള്ളി, പച്ചമുളക്, ചപ്പ്, കരിവേപ്പ്, ഇഞ്ചി, വെളുത്തുള്ളി, പിന്നെ ചെറിയ ഉള്ളി കുറച്ച് അരിഞ്ഞതും. അപ്പം അതിലേക്ക് കുറച്ച് നമുക്ക് ഉപ്പിട്ട് കൊടുക്കാം. പിന്നെ മുളകും പൊടി, കുറച്ച് കുരുമുളക്, ഗരം മസാല, മഞ്ഞൾപ്പൊടി. ഇതിലേക്ക് നമ്മൾ തക്കാളി ഇട്ടെടുക്കുന്നുണ്ട്. തക്കാളിയൊക്കെ നല്ലോണം വഴറ്റി വരുന്നവരെ വേവിക്കാം. ഇതിൽ നമുക്ക് ഇപ്പോൾ പുളിയൊക്കെ എന്തെങ്കിലും കുറവുണ്ടെങ്കിൽ അതൊക്കെ നോക്കിയിട്ട് ഈ സമയത്ത് ഇട്ട് കൊടുക്കാം. അപ്പോൾ അതവിടെ ആയി വരുമ്പോഴത്തേന് നമുക്ക് ഒന്ന് അതിൻ്റെ ഇല ഒന്ന് വാട്ടിയെടുക്കാം. അങ്ങനെ മസാല ഇവിടെ റെഡി ആയിക്കണേ. ഇനി നമ്മൾ മീൻ ഇതിലേക്ക് വെക്കാം. ഇവിടെ ഈ ദുനിയാവിലെനിക്കെന്തു ബന്ധം, ഇവിടെ ഈ ദുനിയാവിലെനിക്കെന്തു ബന്ധം, ഇരുൾ മൂടിയൊരീ വഴിയിൽ എന്തുണ്ട് സ്വന്തം, ഇരുൾ മൂടിയൊരീ വഴിയിൽ എന്തുണ്ട് സ്വന്തം, ഇളം തെന്നലാകും നീലയിലാൻ്റെ സുഗന്ധം, ഇളം തെന്നലാകും നീലയിലാൻ്റെ സുഗന്ധം. അങ്ങനെ നമ്മൾ വാഴയിലൊക്കെ വെച്ച് കെട്ടി ഇനി അത് നമുക്കൊന്ന് പൊള്ളിച്ചെടുക്കാം. ഇതങ്ങനെ നമ്മൾ ആവോലി പൊള്ളിച്ചത് ഇവിടെ റെഡി ആയിക്കണേ. അപ്പോൾ ഇത് ഭയങ്കര ചൂടുണ്ട് കേട്ടോ. അപ്പോൾ കൈകൊണ്ട് എടുക്കാൻ ശരിയാവില്ല. അപ്പോൾ ഞാൻ ഇതാ സ്പൂൺ കൊണ്ട് എടുക്കുന്നുണ്ട്. പിന്നെയും നമുക്ക് കൈ കൊണ്ട് നോക്കി നോക്കാം. ചൂട് നല്ല ചൂടാണ്.